യമനിൽ കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിയായ നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവെച്ചിട്ടില്ലെന്ന് എംബസി. കേസ് കൈകാര്യം ചെയ്തത് ഹൂതി വിമതരാണെന്നും യമൻ എംബസി പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് റിപ്പബ്ലിക് ഓഫ് യമന്റെ ഇന്ത്യയിലെ എംബസി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. യമൻ തലസ്ഥാനമായ സനയിലെ സെൻട്രൽ ജയിലിലാണ് നിമിഷപ്രിയ ഇപ്പോൾ ഉള്ളത്. ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്ന് അമ്മ പ്രേമകുമാരി ഇപ്പോൾ യമനിൽ ആണുള്ളത്. മകളുടെ മോചനത്തിന് വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് അവർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. 2013 മുതൽ യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണുള്ളത്. സർക്കാരിനെ അട്ടിമറിച്ചാണ് ഇവർ സനയുടെ ഭരണം പിടിച്ചെടുത്തത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയുള്ള ഔദ്യോഗിക സർക്കാർ ഏദൻ നഗരം കേന്ദ്രമായിട്ടാണ് നിലവിൽ ഭരണം നടത്തുന്നത്. ഇവർക്ക് വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് അധികാരമുള്ളത്. നിമിഷപ്രിയയുടെ കേസ് നടപടികളെല്ലാം പൂർത്തിയാക്കിയത് ഹൂതികളാണെന്നും അവരുടെ പരമോന്നത സമിതിയാണ് ശിക്ഷ അംഗീകരിച്ചതെന്നും യമൻ എംബസി പറയുന്നു. അതുകൊണ്ട് തന്നെ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി കോടതി വിധിക്ക് അംഗീകാരം നൽകിയിട്ടില്ല എന്നാണ് പ്രസ്താവനയിലുള്ളത്. ഇറാനുമായി വളരെ അടുപ്പമുള്ളവരാണ് ഹൂതികൾ. നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമായത് ചെയ്യുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ പ്രതിനിധികൾ ഡൽഹിയിൽ പറഞ്ഞിരുന്നു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള സർക്കാരുമായി അടുപ്പം നിലനിർത്താത്ത വിമതരാണ് ഹൂതികൾ. ഒമാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ് അവർക്ക് കൂടുതൽ ബന്ധം. അതുകൊണ്ട് തന്നെ ഹൂതികളുമായി സംസാരിക്കണമെങ്കിൽ ഈ രാജ്യങ്ങളുടെ സഹകരണം ഉപകാരപ്പെടും. ഇറാൻ വഴിയുള്ള ശ്രമങ്ങൾ നടക്കുമോ എന്നതിൽ വ്യക്തതയായിട്ടില്ല. സാധ്യമായ സഹായം ചെയ്യുമെന്ന് കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.